അവശനിലയിലാണ് ആതിരപ്പള്ളിയിൽ ഒരു കാട്ടാനയെ കണ്ടെത്തിയത്. അവശനിലയിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. കോടനാട്ടിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമുള്ള വെറ്റിനറി സർജന്മാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടാകും. ടെലിഫോൺ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലമാണ്, വയർലെസ് മുഖാന്തരമാണ് അവിടെ ബന്ധപ്പെടാൻ കഴിയുന്നത്. അവർ പരിശോധിച്ചതിന് ശേഷമാണ് അതിനെ എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയുള്ളൂ. കാരണം വളരെ അവശനിലയിലാണെങ്കിൽ മയക്കുപിടി വെച്ച് പിടിച്ച് ചികിത്സ നടത്താൻ സാധ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട്. എന്നാൽ ചികിത്സ അനിവാര്യമായ അവശതയിലാണെന്നാണ് പ്രഥമ ദൃഷ്ട്യാ ഉദ്യോഗസ്ഥന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതൊരു വല്ലാത്ത ഒരവസ്ഥയാണ്. ഏതായാലും അത് വിദഗ്ധ ഡോക്ടർമാരുടെ വിവേചനത്തിന് വിട്ടുകൊടുക്കുകയല്ലാതെ നമുക്ക് പ്രത്യേകമായി അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. എന്നാലും ആ ആനയുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന നിർദ്ദേശമാണ് വനം വകുപ്പ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിട്ടുള്ളത്. മൂന്നാറിൽ ഇന്ന് രാവിലെയും കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തുടർച്ചയായി ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അത് ഇന്നത്തെ നിലയിൽ നമ്മൾ ചെയ്യുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളാണല്ലോ. ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ വീഴ്ചയില്ലാതെ നടത്തുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യവും അവരുടെ കാര്യക്ഷമതയോടുകൂടിയ പ്രവർത്തനവും അവിടെ നടക്കുന്നുണ്ട്. എന്നാൽ കാട്ടിൽ നിന്നും ആന ഇറങ്ങി വരുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം തടയാൻ കഴിയുന്ന ഒന്നല്ല. ആവാസ വ്യവസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് വന്യജീവികളെ കാട്ടിൽ തന്നെ നിലനിർത്താൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം തന്നെ വന്യജീവികളെ ആവാസ മേഖലയിൽ തന്നെ താമസിപ്പിക്കാൻ പര്യാപ്തമായ നടപടികൾക്ക് മുൻഗണന നൽകിയുള്ള തീരുമാനങ്ങളും നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വന്യമൃഗ അക്രമം മൂർച്ഛിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ 12-ാം തീയതി കഴിഞ്ഞ ആഴ്ച രൂപീകരിച്ച മുഖ്യമന്ത്രി ചെയർമാനായ ഉന്നതാധികാര അവലോകന സമിതിയും ഉന്നതതല ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സംയുക്ത യോഗം മുഖ്യമന്ത്രി നാളെ രാവിലെ അടിയന്തരമായി വിളിച്ചു ചേർത്തിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യങ്ങളെ കൂടുതൽ സമഗ്രമായി വിലയിരുത്തി കൂടുതൽ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് സഹായകമായ നിലപാടുകളാണ് ആ യോഗം സ്വീകരിക്കാൻ പോകുന്നത്. അക്രമസംഭവങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ കൂടുതൽ ഫലപ്രദമാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവ നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ്. കാട്ടുമൃഗങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ മാത്രമേ വെടിവെക്കാൻ സാധിക്കുകയുള്ളൂ. അത് സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഉദാസീനത കാണിക്കുന്നുണ്ട് എന്നത് ഇപ്പോഴത്തെ നിലയിൽ അവരുടെ കഠിനാധ്വാനത്തെ നേരിൽ കണ്ടിട്ടുള്ള ആർക്കും പറയാൻ കഴിയില്ല. പുലർച്ചെ 4 മണി മുതൽ അവർ പരിശോധന നടത്തുകയാണ്. അപ്പോൾ രാവിലെ 7 മണി വരെ ആ പരിശോധന തുടരുന്നുണ്ട്. വീണ്ടും ആ പരിശോധന തുടരുകയാണ്. അപ്പോൾ നിരീക്ഷണം ശക്തിപ്പെടുത്തി പ്രത്യേക ടീമിനെ നിയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നിരീക്ഷണം ശക്തിപ്പെടുത്തി ആ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ആത്മാർത്ഥമായ ശ്രമം അവിടെ നടക്കുന്നുണ്ട്. ആ ശ്രമത്തെ ദയവായി കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്.